ഈശോയോട് നിങ്ങൾ മറ്റൊരു അടയാളത്തിന് വേണ്ടി ചോദിക്കരുത്. ചെന്ന് പറയുന്ന നിങ്ങളുടെ ഹൃദയത്തിലോട്ട് ഏറ്റെടുക്കണം. തലച്ചോറിലേക്കല്ല, ഓർമ്മകളിലേക്കല്ല, ഒരറിവിലേക്കല്ല. ഇത് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഇനി ഒരു അടയാളം പോലും ചോദിക്കാനില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കൾ ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ഈശോ നിങ്ങളുടെ കൂടെയുണ്ടെന്ന്, ദൈവം അകലെയല്ലെന്ന്, നിന്നെ രക്ഷിച്ചു, പേര് ചൊല്ലി വിളിച്ചു, പേടിക്കേണ്ട, ഞാൻ കൂടെയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ കുർബാന. അതിനേക്കാൾ വലിയൊരു അടയാളം ഇനി ഈശോയ്ക്ക് നമുക്ക് തരാനില്ല. ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടി 10 ദിവസം കൃത്യമായിട്ട് ചെല്ലാൻ നമുക്ക് മടിയില്ല. നമ്മൾ ചാടി എഴുന്നേക്കും. എന്നാൽ നമ്മുടെ ഇടവക ദേവാലയത്തിൽ 7 മണിക്ക് അർപ്പിക്കുന്ന ഒരു പരിശുദ്ധ ബലിക്ക് പോകാൻ നമുക്ക് പറ്റുന്നുമില്ല, ചെല്ലുന്നില്ല. ചെന്നാലും താമസിച്ചാണ് ചെല്ലുന്നെങ്കിൽ there is something wrong with your spirituality. നിങ്ങളുടെ ആ ക്രിസ്തു മതത്തിന് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. തിരുസഭയ്ക്ക് ഏതൊരു പ്രാർത്ഥനയും വിശുദ്ധ കുർബാന എന്ന ഏറ്റവും വലിയ ആരാധനയ്ക്ക് ശേഷം മാത്രമേ ഉള്ളൂ. വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുക. അത് വിശ്വസിക്കാതിരിക്കുന്നതാണ് ഈ നാടിനും ഈ ദേശത്തിനും നമ്മുടെ കൂട്ടായ്മകൾക്കും പറ്റിയ ഏറ്റവും വലിയ അപജയം. കാലഘട്ടത്തെ ഈശോ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈശോ കാണിച്ച ഏറ്റവും വലിയ അടയാളത്തിലൂടെയാണ്. എന്നും നിൽക്കുന്ന ഒരു അടയാളം, ഇതിന് മുകളിൽ മറ്റൊരു അടയാളം കർത്താവിന് കാണിക്കാനില്ല. വിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്ന ബലിപീഠത്തിന്റെ ചുറ്റും നമ്മൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? ദൈവജനമേ, ദൈവത്തിന്റെ പുരോഹിതന്മാരെ, നമ്മൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ഇത് സ്വരം കേക്ക്, ദൈവത്തിന്റെ സ്വരമായിട്ട് ഇത് കേക്ക്. ദേവാലയത്തോടുള്ള അവഗണന, ദേവാലയ കർമ്മങ്ങളോടുള്ള നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ, വിശുദ്ധ കുർബാനയോടുള്ള അനാദരവ്, അശ്രദ്ധയോടെയുള്ള ബലിയർപ്പണം, ബലി വേണ്ട രീതിയിൽ യോഗ്യതയോടെ അർപ്പിക്കാതിരുന്നതെല്ലാം ഈ പൊള്ളലിന് കാരണമാകും. ഇതായിരിക്കണം മറ്റൊരു ഭാഷ്യത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ സകല സങ്കടങ്ങൾക്കും വേദനകൾക്കും കാരണം ഈ വിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിച്ച അനാദരമാണ്.